മോൺസൺ മാവുങ്കൽ ഉൾപ്പെട്ട പുരാവസ്തു തട്ടിപ്പ് കേസിൽ CBI അന്വേഷണമെന്ന ആവശ്യമുയർത്തിയ പരാതിക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ്. CBI അന്വേഷണത്തിനായി ഹൈക്കോടതിയെയും സമീപിക്കും. ക്രൈംബ്രാഞ്ച് കേസ് അട്ടിമറിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ തുടർ നടപടികൾ ഉണ്ടായിരുന്നില്ല. ഇതിനിടെ പുരാവസ്തു തട്ടിപ്പിലെ കള്ളപ്പണ കേസിൽ മോൺസന്റെ സ്വത്തുവകകൾ കണ്ടുകെട്ടിയ ED വൈകാതെ കുറ്റപത്രം സമർപ്പിക്കും. ഇതിനൊപ്പം തന്നെ നൂറുകണക്കിന് നിക്ഷേപകരെ വഞ്ചിച്ച് കോടികൾ തട്ടിയ ഹൈറിച്ച് നിക്ഷേപ തട്ടിപ്പിൽ ക്രിപ്റ്റോ കറൻസി ഇടപാടുകളിൽ ED അന്വേഷണവും പുരോഗമിക്കുകയാണ്. മണി ചെയിൻ മാതൃകയിലുള്ള തട്ടിപ്പിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ടീം ലീഡേഴ്സ് എന്ന ഗ്രൂപ്പ് അംഗങ്ങളെയാണ് ചോദ്യം ചെയ്യുന്നത്. ക്രിപ്റ്റോ കറൻസി ഇടപാടിൽ കൂടുതൽ മൊഴികൾ EDക്ക് ലഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, രണ്ട് പ്രധാന തട്ടിപ്പുകൾ കേരളം വലിയ ഗൗരവത്തോടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും വാർത്തകൾ തന്നെയാണ് ഇന്ന് മധ്യകേരളത്തിൽ നിന്ന് പ്രധാനമായിട്ടുള്ളത്. അതിൽ ഏറ്റവും ഒന്ന് തന്നെയാണ് ഈ മോൺസൺ മാവുങ്കലിൻ്റെ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട അതിൻ്റെ സംഭവവികാസങ്ങളും തുടർ നടപടികളുമൊക്കെ. ഇവിടെ CBI അന്വേഷണത്തിനായാണ് ഹൈക്കോടതിയെയും സമീപിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പരാതിക്കാർ എത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക് കിടക്കാം. ആദ്യം KP മോൺസൺ മാവുങ്കൽ ഉൾപ്പെട്ട പുരാവസ്തു തട്ടിപ്പ് അത് വീണ്ടും ചർച്ചകളിലേക്ക് വരികയാണ്. നമുക്കറിയാം, ഒരേപോലെ ഉന്നതരുടെ പങ്കാളിത്തം കൊണ്ടും ഒപ്പം തന്നെ ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ കൊണ്ടും മോൺസൺ മാവുങ്കലിന്റെ രാഷ്ട്രീയ ബന്ധങ്ങൾ കൊണ്ടും എല്ലാം ശ്രദ്ധേയമായിരുന്ന തട്ടിപ്പ് കേസാണ്. ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസ് തന്നെയായിരുന്നു മോൺസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട ആ കേസ്. ഈ കേസിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും നടപടികൾ ഊർജിതമാക്കിയതിന്റെ ഭാഗമായി സ്വത്ത് കണ്ടുകിട്ടിയതും 1,88 ലക്ഷം രൂപയുടെ സ്വത്ത് വകകൾ പല ഭാഗങ്ങളിൽ കള്ളപ്പണ ഇടപാടിലൂടെ സ്വന്തമാക്കിയതെന്ന് കണ്ടെത്തിയതും തട്ടിപ്പിലൂടെ ലഭിച്ച പണം ഉപയോഗിച്ചാണ് വാങ്ങിയതെന്ന് കണ്ടെത്തിയ വീട്, ഒപ്പം തന്നെ KSFEയുടെ 10 സ്ഥലങ്ങളിലായി ഉണ്ടായിരുന്ന നിക്ഷേപങ്ങൾ, ഭാര്യയുടെയും മക്കളുടെയും പേരിലെ നിക്ഷേപങ്ങളെല്ലാം കണ്ടെത്തിയിരുന്നു. അതേ ഘട്ടത്തിലാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിനെതിരെ ഇപ്പോൾ പണം നഷ്ടപ്പെട്ട ആളുകൾ ശക്തമായ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. നേരത്തെയും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തെക്കുറിച്ച് പരാതികൾ, ആരോപണങ്ങൾ അവർ ഉയർത്തിയിരുന്നു. അത് കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് CBI അന്വേഷണം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യത്തിലേക്കാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പണം നഷ്ടപ്പെട്ടവർ കടന്നിരിക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ക്രൈംബ്രാഞ്ച് അന്വേഷണം സുതാര്യമല്ല എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥർ പലപ്പോഴും കോടതിയിൽ പരാതികൾ ബോധിപ്പിക്കുന്ന ഘട്ടത്തിൽ ഈ പരാതിക്കാർ പണം നഷ്ടപ്പെട്ട ആളുകൾ കോടതിയിൽ പരാതി നേരിട്ട് തന്നെ അന്വേഷണ സംഘത്തെ മാറ്റണമെന്ന് ആവശ്യപ്പെടുമ്പോൾ പേരിന് ചില ഉദ്യോഗസ്ഥരെ മാറ്റുന്നു എങ്കിൽ കൂടി എപ്പോഴും അന്വേഷണം തടയാനും ഉന്നതരിലേക്ക് നീങ്ങുന്ന അന്വേഷണം ഇല്ലാതാക്കാനുമുള്ള നീക്കം തന്നെയാണ് സംഘടിതമായി നടക്കുന്നത് എന്ന കാര്യമാണ് ഈ പരാതിക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട്, അതായത് വിശദമായൊരു അന്വേഷണം വേണം, CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് MT ഷമീർ ഇതിലൊരു പരാതിക്കാരനാണ്. 6ഓളം പരാതിക്കാരാണ് ഉള്ളത്. MT ഷമീർ, അനൂപ് അടക്കം, യാക്കൂബ് അടക്കം 6 പരാതിക്കാരുണ്ട്. അവരുടെ 10 കോടി രൂപ നഷ്ടപ്പെട്ടതിലാണ് ആദ്യം അന്വേഷണം ആരംഭിക്കുന്നത്. ഈ മോൺസൺ മാവുങ്കലിന്റെ വിവിധ തട്ടിപ്പുകളിലേക്കും പിന്നീട് മോൺസൺ മാവുങ്കൽ ഉൾപ്പെട്ട പോക്സോ കേസുകളുമായി ബന്ധപ്പെട്ട പരാതികളും എല്ലാം രംഗത്ത് വരുന്നതിലേക്ക് എത്തിയത് ആദ്യം നടന്നിട്ടുള്ള ഈ സാമ്പത്തിക തട്ടിപ്പും അവർ നൽകിയ 10 കോടി രൂപയുടെ സാമ്പത്തിക പരാതിയുമാണ്. ഈ ഒരു പരാതിക്കാർ തന്നെയാണ്, ഷമീർ ഉൾപ്പെടെയുള്ള ആളുകളാണ് നേരത്തെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. അതിൽ തന്നെ ചൂണ്ടിക്കാണിച്ച കാര്യം എന്ന് പറയുന്നത് ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പലപ്പോഴും അന്വേഷണം എത്തുന്നില്ല കൃത്യമായി തന്നെ. അതായത് പോലീസിൽ ഇതുമായി ബന്ധമുണ്ട് എങ്കിൽ കൂടി അനഭിമതരായ നിരവധി ആളുകളുണ്ട്, വിവാദ നായകരായ ചില പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവരെ മാത്രം ഈ കേസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റ് ആളുകളിലേക്ക് അന്വേഷണം പോകുന്നത് തടയാനുള്ള നീക്കം ക്രൈംബ്രാഞ്ച് നടത്തുന്നു എന്ന കാര്യമായിരുന്നു അവർ ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെയാണ് ഈ കേസിൽ മുൻ DIG S സുരേന്ദ്രൻ കേസിൽ പ്രതിയാകുമ്പോഴും ഒപ്പം തന്നെ IG ലക്ഷ്മൺ ഈ കേസിന്റെ പ്രതിയാകുന്ന ഘട്ടത്തിലും K സുധാകരൻ പ്രതിയാകുമ്പോഴും എല്ലാം തന്നെ മറ്റ് ഉന്നതരായ ഉദ്യോഗസ്ഥർ ഉണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, നേരത്തെ സർവീസിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുണ്ട്, ഒപ്പം തന്നെ സർവീസിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥരുണ്ട്. അവരെല്ലാം അങ്ങനെ നിലനിൽക്കുമ്പോൾ അവരിൽ പലരും മോൺസിന് വഴിവിട്ട സഹായങ്ങൾ പലതും നൽകുമ്പോൾ മോൺസിന്റെ വീടിന് മുന്നിൽ തന്നെ പോലീസിന്റെ സുരക്ഷാ ബോക്സുകൾ സ്ഥാപിച്ചുകൊണ്ട് മോൺസിന് പ്രത്യേക സുരക്ഷയൊരുക്കുന്നു. മോൺസൺ പോലീസിന്റെ ഔദ്യോഗിക സംവിധാനങ്ങളെ തന്നെ ദുരുപയോഗം ചെയ്യുന്നു. ലെറ്റർ പാഡുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്
സമർപ്പിച്ചുകൊണ്ട് അതുപോലും കാണിച്ചുകൊണ്ട് പലരെയും വഞ്ചിക്കാൻ വേണ്ടി അവരിൽ നിന്ന് പണം തട്ടുന്നതിന് വേണ്ടി മോൻസൺ മാവുങ്കൽ ശ്രമിക്കുന്നു. അത്തരത്തിൽ പണം തട്ടുകയും ചെയ്യുന്നു. അവിടെയെല്ലാം തന്നെ കൃത്യമായി അറിവോടുകൂടി, അതായത് തങ്ങളുടെ പേരുകൾ മോൻസൺ മാവുങ്കൽ ഉപയോഗപ്പെടുത്തുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിശബ്ദരായി നിന്ന് മോൻസന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരുണ്ട്, ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്. ഈ കെ സുധാകരൻ ഈ കേസിൽ പ്രതിയാണ് എന്ന ഘട്ടത്തിൽ പോലും മറ്റ് രാഷ്ട്രീയ നേതാക്കളിൽ പലരുമായും അടുത്ത ബന്ധം പുലർത്തുന്ന ആള് തന്നെയായിരുന്നു മോൻസൺ മാവുങ്കൽ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സംഭവങ്ങളിലേക്ക് വിശദമായൊരു അന്വേഷണം നടക്കണമെങ്കിൽ CBI അന്വേഷണം തന്നെ വേണം. പൊതുപ്രവർത്തകരുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ ഉയരുന്ന ഘട്ടങ്ങളിൽ അവിടെ വിശദമായൊരു അന്വേഷണത്തിന് CBI അന്വേഷണമാണ് വേണ്ടത് എന്ന ആവശ്യം ഉയർത്തിക്കൊണ്ട് പരാതി നൽകിയത്. കഴിഞ്ഞ ഡിസംബറിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നെങ്കിലും യാതൊരു നടപടിയും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തികൾ വിലയിരുത്താനോ അത് സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിക്കാനോ പോലും മുഖ്യമന്ത്രി ബന്ധപ്പെട്ട ആളുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നില്ല. ഈ ഒരു ഘട്ടത്തിലാണ് ഹൈക്കോടതിയെ സമീപിക്കുക, CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ വേണ്ടി പരാതിക്കാരനായ MT ഷമീർ അടക്കം മുന്നോട്ട് വരുന്നത്. ഹൈക്കോടതിയിൽ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കും. നേരത്തെ കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ചില നടപടികൾ എടുത്തു എന്ന് വരുത്തുന്ന ഘട്ടത്തിൽ പോലും അന്വേഷണം അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളാണ് നടക്കുന്നത് എന്ന കാര്യമാണ് ഈ പരാതിയിൽ പ്രധാനമായും തന്നെ ബോധ്യപ്പെടുത്തുക. അതനുസരിച്ച് തുടർ നടപടികളുമായി മുന്നോട്ട് പോകും. ഒരേ സമയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ EDയുടെ അന്വേഷണം ശക്തമായി മുന്നോട്ട് പോവുകയും ED സ്വത്തുവകകൾ കണ്ടുകെട്ടുകയും കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയും ഒടുവിൽ അതിവേഗത്തിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള ഒരു തയ്യാറെടുപ്പുകൾ നടത്തുന്ന അതേ ഘട്ടത്തിലാണ് മറ്റൊരു ഏജൻസി തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പരാതികൾ പൂഴ്ത്തിവെക്കാനും പല പരാതികളും പരാതിക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളാൻ തയ്യാറാകാതെയും അതിലേക്ക് നീളുന്ന അന്വേഷണങ്ങൾ നടത്താതെയും എല്ലാം തന്നെ കേസ് അട്ടിമറിക്കുന്നത് എന്ന പരാതിയാണുള്ളത്. KP ഏതായാലും ജിഷ പറഞ്ഞതുപോലെ തന്നെ കേസ് അട്ടിമറിക്കാനുള്ള ഒരു നീക്കം നടത്തുന്നു എന്നുള്ള പരാതിക്കിടയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു കുറ്റപത്രം സമർപ്പിക്കലും തുടർ അന്വേഷണവും എന്നൊരു ശ്രദ്ധേയമാണ്.